നമുക്കൊപ്പം യുഹാനോൻ മാർ ദിയോസ്കോറോസ് ചേരുകയാണ്. ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപനാണ്. ഇപ്പോൾ നമ്മുടെ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്തിയോസിന്റെ പ്രതികരണം അങ്ങയുടെ ശ്രദ്ധയിൽ വന്നു കാണുമല്ലോ അല്ലേ? തിരുമേനിയുടെ പ്രതികരണം എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാൻ മേല. ഞാൻ പറയട്ടെ. തിരുമേനി പറഞ്ഞത് അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത് BJPക്കെതിരായ രാഷ്ട്രീയ വിമർശനമായി മാറുകയാണ്. അത് ഓർത്തഡോക്സ് സഭയുടെ ഒരു പൊതു നിലപാടാണോ തിരുമേനി? അങ്ങേക്ക് എന്ത് തോന്നുന്നു? എന്തായാലും കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ആഘോഷം നശിപ്പിക്കുന്നതും പുൽക്കൂടുകളെ തകർക്കുന്നതും നല്ല കാര്യമല്ലല്ലോ. കേരളം ഒരു മതസൗഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും നാടാണ്. എല്ലാ മതങ്ങളും അവരവരുടെ രീതിയിലുള്ളതായ ആഘോഷങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ളവർ അതിനോട് സഹകരിക്കുന്ന രീതിയാണ് നാം ഇതുവരെ കണ്ടിട്ടുള്ളത്. സഹകരിക്കുകയും ചിലപ്പോൾ സമ്മതിക്കുകയും ചെയ്യുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ തീർച്ചയായിട്ടും തള്ളിക്കളയാനേ പറ്റുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ പ്രധാനമന്ത്രിക്കെതിരായ വിമർശനം വരുമ്പോഴാണ് അതിലെ ഒരു രാഷ്ട്രീയം സംശയിക്കപ്പെടുന്നത്. കാരണം BJPയും തള്ളി പറഞ്ഞിട്ടുണ്ട്, ഇതാരാണോ ചെയ്തത് അവർക്ക് എതിരെ കൃത്യമായ നടപടി എടുക്കണമെന്ന് അവർ അപ്പോൾ തന്നെ ആവശ്യപ്പെടുന്നു. വിവിധ ബിഷപ്പുമാരുമായൊക്കെ കണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് ആ ഒരു പ്രതികരണം ഔദ്യോഗികമായി അവർ നടത്തുന്നത്. അതായത് അവർ ഏറ്റെടുക്കുന്നതേയില്ല, ആരാണോ ആക്രമണം നടത്തിയത് ആ വ്യക്തികളെ തള്ളി പറയുകയാണ് പാർട്ടി. ഈ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ ദില്ലിയിൽ CBCI ആസ്ഥാനത്ത് പോയി പ്രധാനമന്ത്രി പങ്കെടുത്തത് അതിനുശേഷം ാണ് ഈ പോസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് അതിലെ രാഷ്ട്രീയം സംശയിക്കപ്പെടുന്നത്. അങ്ങേക്ക് എന്ത് തോന്നുന്നു? അങ്ങയുടെ അഭിപ്രായം അത് തന്നെയാണോ? പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പാർട്ടിയുടെ നേതാവ് കൂടിയാണെന്നത് അറിയാവുന്നതാണ്. എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഈ കേരളത്തിൽ നടന്ന കാര്യം അദ്ദേഹം അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. എന്തായാലും എല്ലാ വർഷവും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ക്രൈസ്തവ സഭകളുടെ നേതാക്കന്മാരെ കാണും. ഞങ്ങളുടെ സഭയിൽ നിന്നും ഒരു പ്രതിനിധി, ഒരു ബിഷപ്പ് അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയം കലർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് സഭയുടെ നിലപാടല്ല. തിരുമേനി അതിനകത്ത് രാഷ്ട്രീയം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമേനിയുടെ വ്യക്തിപരമായ നിലപാടായിട്ട് കണ്ടാൽ മതിയാവുന്നതാണ് എൻ്റെ ഒരു വിചാരം. തിരുമേനി പറഞ്ഞതിൽ പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തെ പരിഹസിച്ചുകൊണ്ടാണ്. കാരണം ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധിയുള്ള ആഘോഷമാണ്. ഞാനും അങ്ങനെ തന്നെയാണ് കണ്ടത് അവിടെ. അപ്പോൾ ആ ആഘോഷത്തെ അപമാനിക്കേണ്ട ഒരു കാര്യമുണ്ടോ? അത് ആത്മാർത്ഥമായി ചെയ്തതാണ് എന്നുള്ളത് അങ്ങയുടെ സഭയ്ക്കും ബോധ്യമുള്ളതല്ലേ? പ്രധാനമന്ത്രി നടത്തിയ ആഘോഷത്തെ ഒരിക്കലും പരിഹസിക്കാനായിട്ട് ഞാൻ വ്യക്തിപരമായി തയ്യാറല്ല. കാരണം അത് ഡൽഹിയിൽ നടന്നൊരു കാര്യമാണ്. കേരളത്തില് പാർട്ടി ഈ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കേരള ജനത എപ്പോഴും സൗഹാർദ്ദത്തിൽ പോകുന്നതാണ്. പ്രധാനമന്ത്രി ഇത് അറിഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ അത് തെറ്റായൊരു രീതിയാണ്. പക്ഷെ അത് അറിഞ്ഞതാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ മേലാതെ ഒരു അഭിപ്രായം പറഞ്ഞത് ശരിയല്ലല്ലോ. ഇവിടെ പക്ഷേ ഇദ്ദേഹം നേരിട്ട് പറഞ്ഞതുകൊണ്ടാണ്, തിരുമേനി നേരിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ടാണ് അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു. അവിടെ പുൽക്കൂട് വന്ദിച്ചതും മെത്രാന്മാരെ ആദരിച്ചതും സഭയ്ക്കൊപ്പം ഉണ്ടാകും, മാർപ്പാപ്പയെ കൊണ്ടുവരുന്നതടക്കം അങ്ങനെ എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു ഒന്നിച്ചു പോക്ക് വാഗ്ദാനം ചെയ്യുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുന്നു. എന്നാൽ ഇവിടെ ഇങ്ങനെയൊരു പോസ്റ്റ് ഇടുകയാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഇടുമ്പോഴാണ് അത് ചർച്ചയാകുന്നത്. അത് സഭയുടെ നിലപാടാണോ എന്ന സംശയം ഉയരുന്നത്, അതോ രാഷ്ട്രീയം പറയുകയാണോ മെത്രാപ്പൊലീത്ത എന്ന ചോദ്യം വരുന്നത്. സഭയുടെ നിലപാട് ഔദ്യോഗികമായിട്ട് പറയുന്നത് ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഷപ്പോ ഒറ്റയ്ക്കല്ലല്ലോ. അത് സഭയുടെ ഔദ്യോഗിക സമിതികളിലൂടെ വന്ന് പരിശുദ്ധ ബാവാതിരുമയുടെ അനുവാദപ്രകാരം പറയുന്നതാണ് സഭയുടെ നിലപാട്. ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് പറയുന്ന കാര്യങ്ങൾ അത് ഞങ്ങളുടെ വ്യക്തിപരമായ നിലപാടായി കണ്ടാൽ മതിയാകും എന്ന് മാത്രമാണ് എനിക്കത് സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ, അതായത് ദില്ലിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ആ പരിപാടിയിൽ അദ്ദേഹം അവിടെ എല്ലാ സഭകളുടെയും ആളുകൾ ഉണ്ടായിരുന്നു, വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സ്നേഹത്തോടെ നടന്ന ഒരു വിരുന്നിനെ ഇങ്ങനെ വിമർശിക്കേണ്ടിയിരുന്നില്ല. അത് അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. എന്റെ നിലപാടും സഭയും അങ്ങനെ ഒരു നിലപാടായിരിക്കും എടുക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. വളരെ നന്ദി യുഹാനോൻ മാർ ദിയോസ്കോറോസ്. ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ തൃശൂർ ഭദ്രാസനാധിപൻ ഉയർത്തിയ വിമർശനം, ആ വിമർശനം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ് എന്ന് തിരുമേനി ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്.